ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ ബൈറ്റ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ആ ചതച്ച മുളകിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറിക്കിട്ടിയിട്ട് നമുക്കതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം നല്ലതുപോലെ വെട്ടി തിളയ്ക്കുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മാവ് നന്നായിട്ട് വെന്ത് നല്ല കുഴഞ്ഞ രൂപത്തിൽ വരണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടിയാണ്. ഇപ്പോൾ മാവൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുള്ള 2 ഉരുളക്കിഴങ്ങും അല്പം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലയൊക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. കുഴച്ച മാവിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് നീളത്തിൽ റോൾ ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഒരേ വലിപ്പത്തിലുള്ള ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ മാവും ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ബൈറ്റ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കണം. എണ്ണയിലേക്ക് ഇട്ടിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ മൊത്തം ഭാഗവും ഒരുപോലെ നമുക്ക് കുക്കായി കിട്ടുകയില്ല. ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളവയും ഇതുപോലെ ഇട്ടിട്ട് ഞാൻ വറുത്ത് കോരുകയാണ്. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ലൊരു സ്നാക്സാണ്. ഇത് കഴിക്കുമ്പോൾ നല്ല മൊരിഞ്ഞ ഉഴുന്നുവട കഴിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാകുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുമല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.